ഹെൽത്ത് ഇൻഷുറൻസ് എന്നാൽ ഒരു സുരക്ഷാ കവചമാണെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ പലപ്പോഴും ചികിത്സാ സമയത്ത് ഇത് നമ്മെ ചതിക്കുന്ന ഒരു സാമ്പത്തിക കെണിയായി മാറാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ മധ്യവർഗ കുടുംബങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുന്നു? ഇൻഷുറൻസ് കമ്പനികൾ നിങ്ങളിൽ നിന്ന് മറച്ചുവെക്കുന്ന ആ നിഗൂഢ സത്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് അതൊന്ന് പരിശോധിക്കാം. നിങ്ങൾ അറിയാതെ പോകുന്ന ഏറ്റവും വലിയ ചതിക്കുഴിയാണ് റൂം റെന്റ് സബ് ലിമിറ്റ്. നിങ്ങളുടെ പോളിസിയിൽ 5000 രൂപയാണ് റൂം വാടകയായി പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ 10000 രൂപയുടെ മുറിയെടുത്താൽ ആ 5000 രൂപയുടെ വ്യത്യാസം മാത്രമല്ല നിങ്ങൾ നൽകേണ്ടി വരിക ഡോക്ടറുടെ ഫീസ്, സർജറി ചിലവ്, നഴ്സിംഗ് ചാർജ് എന്നിവയിലെല്ലാം പകുതി തുക കമ്പനി വെട്ടിക്കുറയ്ക്കും. ഇതിനെയാണ് പ്രൊപ്പോർഷനേറ്റ് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ നഷ്ടപ്പെടാം. മറ്റൊരു കാര്യം, വെയിറ്റിംഗ് പീരീഡ് ആണ്. പോളിസി എടുത്ത് ആദ്യ 30 ദിവസം അപകടങ്ങൾ ഒഴികെ ഒന്നിനും നിങ്ങൾക്ക് ക്ലെയിം ലഭിക്കില്ല. നിങ്ങൾക്കതറിയാമോ? പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ രോഗങ്ങളുണ്ടെങ്കിൽ അത് മറച്ചു വെച്ച് പോളിസി എടുത്താൽ പിന്നീട് ഒരിക്കലും ക്ലെയിം കിട്ടുകയില്ല. 2024 കണക്കനുസരിച്ച് ക്ലെയിം നിരസിക്കപ്പെടാൻ ഏറ്റവും വലിയ കാരണവും ഈ വിവരങ്ങൾ മറച്ചുവെക്കുന്നതാണ്. ആശുപത്രികളും ഇൻഷുറൻസ് കമ്പനികളും തമ്മിലുള്ള ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾക്ക് നന്നായിരിക്കും. ഇൻഷുറൻസ് ഉള്ള രോഗിയാണെന്നറിഞ്ഞാൽ ആശുപത്രികൾ ബില്ല് 20% മുതൽ 50% വരെ വർദ്ധിപ്പിക്കാറുണ്ട്. അനാവശ്യമായ സർജറികളും പരിശോധനകളും ഇൻഷുറൻസ് ക്ലെയിം ലക്ഷ്യം വെച്ച് നടത്തുന്നു. ഇന്ത്യയിലെ ഏകദേശം 44% ശസ്ത്രക്രിയകളും ഒഴിവാക്കാവുന്നതായിരുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുമുണ്ട്. ഇതിനിടയിലൊക്കെ പെട്ടുപോകുന്നത് യാതൊരുവിധ പിടിപാടുകളുമില്ലാത്ത നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ വ്യക്തികളാണ്. എന്നാൽ പേടിക്കേണ്ട, നമുക്ക് നീതി ലഭിക്കാൻ ചില വഴികളൊക്കെ ഉണ്ട് കേട്ടോ. കേരളത്തിലെ ഉപഭോക്തൃ കോടതികൾ അടുത്ത കാലത്തായി ഇൻഷുറൻസ് കമ്പനികൾക്കെതിരെ കടുത്ത നിലപാടാണ് എടുക്കുന്നത്. വാർത്തകളിലൂടെ നമ്മളത് മനസ്സിലാക്കുന്നു. എറണാകുളത്ത് ഒരു അപകടത്തിൽ പരിക്കേറ്റ വ്യക്തിയുടെ ക്ലെയിം അത്യാഹിതമല്ല എന്ന് പറഞ്ഞ് തള്ളിയ കമ്പനിക്ക് കോടതി കനത്ത പിഴയാണ് ചുമത്തിക്കൊടുത്തത്. അതുപോലെ മലപ്പുറത്ത് പനി ബാധിച്ച രോഗിക്ക് ആശുപത്രിവാസം വേണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഇൻഷുറൻസ് കമ്പനിയുടെ വാദം കോടതി തള്ളിക്കളഞ്ഞു. ചികിത്സ തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്, ഇൻഷുറൻസ് കമ്പനി അല്ലെന്ന് കോടതി ശക്തമായിട്ട് വ്യക്തമാക്കി കൊടുത്തു. ഉപഭോക്താക്കൾക്ക് ആശ്വാസമായി IRDAIയുടെ പുതിയ ചില നിയമങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഇനി 65 വയസ്സ് കഴിഞ്ഞവർക്കും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ കഴിയും. നിലവിലുള്ള അസുഖങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് 4 വർഷത്തിൽ നിന്ന് 3 വർഷമായിട്ട് കുറയ്ക്കുകയും ചെയ്തു. 5 വർഷം തുടർച്ചയായി പ്രീമിയം അടച്ചാൽ വഞ്ചന തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ക്ലെയിം തള്ളാൻ കമ്പനികൾക്ക് കഴിയില്ല. ആയുർവേദ ഹോമിയോ ചികിത്സകൾക്കും ഇനി പൂർണ്ണ കവറേജ് ലഭിക്കും. ചതിക്കപ്പെടാതിരിക്കാൻ നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? മുറി വാടകയ്ക്ക് പരിധിയില്ലാത്ത പോളിസി ഉള്ളത് മാത്രം തിരഞ്ഞെടുക്കുക. ഏജന്റിനോട് പ്രത്യേകം ചോദിക്കണം. പോളിസി എടുക്കുമ്പോൾ അസുഖങ്ങൾ ഒന്നുപോലും മറച്ചുവെക്കാതെ പറയണം. അവിടെ കള്ളം പറയുന്നത് കൊണ്ട് നമുക്ക് മെച്ചമല്ല, ഭാവിയിൽ നഷ്ടമുണ്ടാകാം. ഇനി നിങ്ങളുടെ വീടിനടുത്തുള്ള പ്രധാന ആശുപത്രികൾ നെറ്റ്വർക്കിലുണ്ടോ? നിങ്ങൾ എടുക്കുന്ന ആ പോളിസി കമ്പനിയുടെ നെറ്റ്വർക്കിലുള്ളതാണോ എന്ന് ഉറപ്പാക്കണം. ഇനി ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ക്ലെയിം ഏതെങ്കിലും കാരണത്താൽ നിരസിക്കപ്പെട്ടാൽ കൊച്ചിയിലുള്ള ഇൻഷുറൻസ് ഓംബുഡ്സ്മാനെ നിങ്ങൾക്ക് സമീപിക്കാം. ഇത് തികച്ചും സൗജന്യമായ ഒരു സേവനമാണ്.